ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സജന, റസൂൽ പൂക്കുട്ടി, ദിയാസന, ഫിറോസ് ഇവർക്കിടയിൽ നടക്കുന്ന കുറേ അധികം ഇഷ്യൂസാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം. ഇതിൽ സജന എന്ന് പറയുന്ന സ്ത്രീ അവിഹിതം ഉണ്ടാക്കാത്ത പുരുഷന്മാരുണ്ടാവില്ല എന്ന് പറയുന്ന ഈ സമൂഹത്തിൽ. കാരണം എല്ലാ ആൾക്കാരുമായിട്ടും ഒരുതരം മോശം റിലേഷൻ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ പറയുന്ന സജന. അവസാനം റസൂൽ പൂക്കുട്ടി, അതായത് ഓസ്കാർ ജേതാവായിട്ടുള്ള റസൂൽ പൂക്കുട്ടിയായിട്ടും ഈ പറയുന്ന സജനയ്ക്ക് റിലേഷനുണ്ട്. അതിൽ സജന ഗർഭിണിയാകുന്നു. ഇപ്പോൾ പ്രസന്റ്ലി ഗർഭിണിയാണെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ദിയാസന ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഈ പറയുന്ന ദിയാസന, സജന നൂർ ഇവരൊക്കെ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. ഇപ്പം എന്തൊക്കെയോ കാര്യങ്ങളുടെ പേരിൽ ഇവർ പിണങ്ങിയതിന് ശേഷമാണ് ഇപ്പം അങ്ങും ഈ കുറ്റം പറയലും അല്ലെങ്കിൽ ചെളി വാരി എറിയുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ അവർ പറയുന്നത്. ആദ്യം സജിനയാണ് വന്നിട്ട് ദിയാസനയെ കുറിച്ചിട്ട് പറഞ്ഞത്. ദിയാസന MDMA ഉപയോഗിച്ചു, എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു, എനിക്ക് ഉപയോഗിക്കാൻ തന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അലിഗേഷൻ ദിയാസനയെ കുറിച്ച് പറഞ്ഞത് സജിനയാണ്. ഇതിന് തുടക്കമിട്ടത് സജിനയാണ്. പിന്നീട് ദിയാസന അവരുടെ ഭാഗങ്ങൾ പറയുന്നു. പിന്നെ സജിന വീണ്ടും വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിലിപ്പോൾ ദിയാസന പറയുന്നുണ്ട്, അങ്ങനെ MDMA ഉപയോഗിച്ചിട്ടില്ല, ഞാൻ പരിശോധനകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ഇവർക്കിടയിൽ, അതായത് ഈ പറഞ്ഞ സജിനയും റസൂൽ പൂക്കുട്ടിയും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ തീവ്രത, അവർ തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലുള്ളതായിരുന്നു എന്നുള്ളതൊക്കെ ഈ പറഞ്ഞ ദിയാസനയ്ക്കും കുറച്ചധികം പേർക്ക്, അതായത് സജിനയുടെ കൂട്ടുകാരായിട്ടുള്ള കുറച്ചധികം ആൾക്കാർക്ക് അറിയായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഈ പറയുന്ന റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഓസ്കാർ ജേതാവാണ്. അതിലുപരി പുള്ളിക്കാരനൊരു കുടുംബമുണ്ട്, ഒരു ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഈ സജിന എന്ന് പറയുന്ന ഒരു സ്ത്രീയായിട്ട് ഈ രീതിയിൽ ഒരു അവിഹിതം വെച്ചതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ അല്ലേ. അയാൾക്ക് ഈ സജിനയായിട്ട് മാത്രമല്ല പല സ്ത്രീകളുമായിട്ടും ഇതുപോലുള്ള ബന്ധം ഉണ്ടെന്നാണ് ഇപ്പോൾ ദിയാസനയാണെങ്കിൽ പോലും വന്നിട്ട് പറയുന്നത്. എന്തായാലും കൊള്ളാം, സമ്മതിക്കണം കേട്ടോ. ഇവനൊക്കെ നാണമുണ്ടോ, ഉളുപ്പുണ്ടോ? ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരുത്തൻ പിന്നെയും പല പല സ്ത്രീകളെ കാണുമ്പോൾ അവരോടൊക്കെ ഈ തരത്തിലുള്ള ബന്ധമാണ് ഇയാൾക്ക്. അങ്ങനെ ഇയാൾ പെട്ടുപോയത് സജിനയുടെ കാര്യത്തിലാണ് കേട്ടോ. കാരണം സജിന അങ്ങ് പൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം റസൂൽ പൂക്കുട്ടിയെ. ഇപ്പൊ അതിൽ പ്രഗ്നന്റ് ആണ് എന്നും പറയുന്നു. അപ്പൊ ഇന്നലെ ലൈവിൽ ദിയാസന വന്നിട്ട് പറയുന്നു, സജിന ഗർഭിണിയാണെങ്കിലും അതിന് ഉത്തരവാദി റസൂൽ പൂക്കുട്ടി തന്നെയാണ് എന്നത് ഒരു ചോദ്യചിഹ്നമാണ് എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ദിയാസനയ്ക്ക് ഈ ഒരു വിഷയത്തിൽ റസൂൽ പൂക്കുട്ടിയെ കുറിച്ചും സജിനയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ലൈവിൽ പറയുന്നുണ്ട്. നമുക്ക് കാണാം. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവള് ഞങ്ങൾ വഴി കണക്റ്റഡ് ആയിട്ടുള്ള കുറെ സുഹൃത്തുക്കളുണ്ട് സിറ്റിക്കകത്ത്. ഇവിടെ മാത്രമല്ല, പുറത്തുമുള്ള ആൾക്കാരുണ്ട്, എറണാകുളത്തുള്ളവരുണ്ട്, കോഴിക്കോടുള്ളവരുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ മുഴുവനും വിളിച്ചിട്ട് ഹെൽപ്പ് ചോദിക്കുക. എത്ര നാണമുണ്ട് ഇവക്ക്, ഉളുപ്പുണ്ടോ ഇവക്ക്? കാരണം ഒരു മനുഷ്യനും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ശരിക്കും ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യുന്നില്ല ഗൈസ്. ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് പണക്കൊഴുപ്പ് കാണിച്ചിരിക്കുന്ന റസൂൽ പൂക്കുട്ടിയും ഹൈക്കോടതിയിലെ കുറെ വക്കീലന്മാരും. ഓക്കെ, വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തോ ഓലത്തി ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ട് നല്ല പണിയെടുക്കുന്നുണ്ട്, ഉണ്ടാക്കിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. എവിടെ ഈ സാധനം ഒന്നും നിർത്താനേ പോകുന്നില്ല, പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം മിണ്ടാതെ കുടുംബവും കാര്യങ്ങളും ആയിട്ട് ഒരു പ്രശ്നത്തിൽ ഇപ്പൊ തൽക്കാലം ഞാൻ വലിയ വിഷയങ്ങളൊന്നും വരില്ല. ഞാൻ ഈ പൊളിറ്റിക്കൽ വിമർശനങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ RSS ഇന്നെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവരുടെ വിരുദ്ധ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര പ്രോബ്ലമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലൊക്കെ ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരു വിഷയങ്ങളല്ലാതെ ഞാൻ വലുതായിട്ട് പബ്ലിക്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാനും ഞാൻ വേറൊരു സാഹചര്യത്തിലോട്ടൊന്നും ഞാൻ സാധാരണ ഇപ്പൊ പോവലില്ല അധികം. ഇങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, സൈബർ അടുത്ത് വലിയ രീതിയിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച ഒരാൾക്കെതിരെ നമ്മൾ ഒരു സമരം നടത്തിയത്, കരിയോലൊഴിച്ച സമരം നടത്തിയതിന് ശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ വരുന്ന വലിയൊരു സ്ട്രഗിളിങ് ടൈമാണ്. മീൻസ് എൻ്റെ മകൻ മെച്ചൂർഡ് ആയതിനു ശേഷമുള്ളൊരു സംഭവം. അപ്പൊ അവനെ ബാധിച്ചിരിക്കുന്ന സാധനം ഷഫീന ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയും മറ്റുമാണ്. അപ്പം അതിന്റെ പേരിലുള്ള സാധനങ്ങൾ ഞാൻ കൃത്യമായിട്ട് എനിക്ക് കോടതിയിൽ മൂവ് ചെയ്യാനുള്ളൊരു പ്രൂഫാണ് ആ സാധനം. അതുകൊണ്ടിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു മാറ്ററേ അല്ല. കാരണം ഇവരിൽ നിന്ന് ഇതിനെക്കാട്ടിലും വലുത് അനുഭവിച്ചിട്ടാണല്ലോ ഇവർ വർഷങ്ങൾക്ക് ശേഷം ഇത് പറയുന്നത്. അപ്പൊ എനിക്ക് നല്ല രീതിയിൽ ഫണ്ണി ആയിട്ട് തോന്നുന്നുണ്ട്, ഞാൻ ചിരിക്കുന്നുണ്ട്. പക്ഷെ കോടതിയിൽ പ്രൂഫായിട്ട് എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള എവിഡൻസ് സാധനം തന്നു. അത് ഷഫീന ബേബിക്ക് താങ്ക്സ് ഉണ്ട്. പക്ഷെ ഷഫീന ബേബി നടത്തുന്ന ഈ സമൂഹത്തിൽ നടത്തുന്ന ഈ ആക്രമണത്തിനൊക്കെ അത് ദിയാസന തന്നെ വരും. അത് ഞാൻ ഇപ്പോഴും പറയാണ്. എനിക്ക് എന്ത് തരം കേസ് വന്നെന്ന് പറഞ്ഞാലും എനിക്കതിൽ പ്രശ്നമില്ല. ഞാൻ അത്രയും ധൈര്യമുള്ള പെണ്ണ് തന്നെയാണ്. ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. മനസ്സിലായില്ലേ? ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെയാണ് എൻ്റെ ജീവിത രീതികൾ കൊണ്ടുപോകുന്നത്. നമ്മൾ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മളാകെ ഇതായി പോകുന്നത്. ഞാൻ തെറ്റ് ചെയ്താൽ പോലും ഞാൻ ഭയന്നിരിക്കും ശരിക്കും. അതെനിക്ക് അങ്ങനെ ഒരു ഫിയറിംഗ് ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ.
പക്ഷെ ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. കാരണം ഇത് കാരണം ഉണ്ടായത് ഇവളെ പോലെ ഒരു നാറി അന്ന് ഇവള് 3 വട്ടം സൂയിസൈഡിന് ശ്രമിച്ച സമയത്ത് ഒരു വട്ടമെങ്കിലും പോവാതിരുന്ന് ഇവളങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നു. ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നതാണ് സജന നൂറിന്റെ അവസ്ഥയിൽ ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടി അവൾ അവിടെ നൂറ് വയ്യ നൂറിന്റെ അടുത്ത് പോയി എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടോ തിരിച്ച് വീട്ടിൽ വിടൂല, അവിടെ തന്നെ കൂടെ ഇരിക്കണേ. എനിക്ക് മറ്റേ ചെലവിനെന്നാണ് ഇരുത്തി വെച്ചിരിക്കുന്നത് നായിന്റെ മോൻ, മനസ്സിലായില്ലേ? ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അവിടെ ഇരിക്കും, ഇരുന്ന് ഇവളെ എല്ലാം സെറ്റ് ചെയ്ത് ഇവളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വരെ കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ കിരണിന്റെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയിട്ട് അത് മോശമാണ് അത് പറയുന്നത്. പക്ഷെ ഇവള് പിറ്റേ ദിവസം ഇറങ്ങി വന്നിട്ട് പറയണേ ഞാൻ ഇയാളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു നാടകം കളിച്ചത് മോളെ, അല്ലെങ്കിൽ അയാൾ എൻ്റെ കയ്യിൽ നിൽക്കില്ല. ഞാൻ പറഞ്ഞു ഇമ്മാരെയൊക്കെ കാണിക്കുന്നത് നീ എന്തൊരു വൃത്തിയോടെ കാണിക്കുന്നത്, നീ എന്തിനിങ്ങനെ ടോക്സിക് ആവണത്, അത് പ്രേമം മൊത്തിട്ടോ മോളെ നിനക്ക് അറിയാത്തതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വളരെ സിമ്പിളായിട്ട് ആ സാധനം പറഞ്ഞിട്ട് പോയി. ഇനി മേലാൽ എൻ്റെ അടുത്ത് ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് ഇതിന് ഇത്രമാത്രം വലിയ ഗൗരവ വിഷയം ഉണ്ടാകുന്നെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, കുറച്ച് കമൻസും കൂടെ വായിക്കാം. ഹായ്, ഹലോ 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 ഹലോ. ഫുഡ് കഴിച്ചു, മെഡിസിൻ എടുത്തു. എനിക്ക് PCOD സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അതാണ് എൻ്റെ ബോഡി കുറച്ച് നിങ്ങൾ എൻ്റെ രൂപമൊക്കെ മാറി കാണുന്നത് കേട്ടോ. എനിക്ക് സുധീഷ് എല്ലാവരുടെയും സപ്പോർട്ട് തന്നെയാണ് എനിക്ക് വളരെ വലുത്. ഇല്ല, എനിക്ക് ഭാഷ ഉപയോഗിക്കാൻ സൗകര്യമില്ല. എനിക്ക് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്ട്രീം ലെവലിൽ എൻ്റെ ഒരു ക്യാരക്ടറിൽ എൻ്റെ ഭാഷ മാറും. അത് എൻ്റെ ഒരു രീതിയാണ്, അത് എൻ്റെ ശൈലി, എൻ്റെ സ്വഭാവം. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരും. അത് നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാറ്ററല്ല, അത് നിങ്ങൾ മാറ്റിയാൽ മതി. മനസ്സിലായില്ലേ? മുട്ടയുടെ അടുത്ത ഉപദേശമാണ്. കണ്ടല്ലേ റസൂൽ പൂക്കുട്ടിയെ ഞാൻ പറ്റിച്ചെന്ന്. അടുത്ത എൻ്റെ ആ പൊന്ന് കാട്ടമേ, ഇവനൊക്കെ എവിടെ നിന്ന് വരണതെന്നോ, ഇവനൊക്കെ പണം കൊടുത്ത് ഇതൊക്കെയാണ് പണം കൊടുത്ത് ഇരുത്തിയിരിക്കുന്ന സാധനങ്ങൾ. ഫുഡ് കഴിച്ചു നന്ദിനി. യെസ്, എനിക്ക് ദീ ചേച്ചി ആക്റ്റീവായ ടൈം തൊട്ട് അറിയാം. ചേച്ചിയുടെ ഭാഗത്തു നിന്നും ഒരു റോങ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായി. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് എന്റെ എന്തോന്ന് ഞാൻ 15-ാം തീയതി അവള് വെല്ലുവിളിച്ച ദിവസം ഞാൻ സ്നേഹസദനത്തിൽ പോയ ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടപ്പോഴത്തേക്കും അതിന്റെ അടിയിൽ കുറെ ഈ മുട്ടയെ പോലുള്ള കാട്ടവരാധങ്ങൾ വന്നിട്ട് ഇതുപോലുള്ള കമന്റ്സുകൾ ഇട്ടു. എന്താണ് അതിനകത്ത് എഴുതി ചേർത്തതുപോലെ അതിനകത്ത് 1, 1.5 എന്ന് എഴുതി വെച്ചത് പർപ്പസ്ഫുള്ളി എഴുതേണ്ട സാഹചര്യം വന്നത് രാത്രി കഴിഞ്ഞിരിക്കണം. അവിടെ രാത്രി നിൽക്കാൻ പറ്റത്തില്ല, ആ സ്ഥലത്ത് രാത്രി നിൽക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ എഴുതിയേ പറ്റുള്ളായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ഇടത്ത് ആ നട്ടപ്പാതിരാത്രിക്ക് എഴുതിയിട്ട് തന്നെ പോയത്. കാരണം അവിടെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ഥലത്തൊന്നും നിൽക്കാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും എൻ്റെ അടുത്ത് 15-ാം തീയതി എവിടെയാണെന്ന് ചോദിച്ചതിനാണ് ഞാൻ പ്രൂഫും കൊണ്ടുവന്നത്. എഴുതി ചേർത്തത് മറ്റത് മറിച്ചതെന്നൊക്കെ എന്നെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കണവന്മാർക്ക് പലതും വിളിച്ചു പറയാം, പല തേങ്ങയും വിളിച്ചു പറയാം. അതൊരു ട്രസ്റ്റഡ് ഹോമാണ്. ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാം, അവിടുത്തെ CC ക്യാമറ പരിശോധിക്കാം, നിങ്ങൾക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് എടുക്കാം. അത് നിങ്ങൾ ബന്ധപ്പെട്ട അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പോകണം. എൻ്റെ ഡീറ്റെയിൽ മാത്രമാണ് അയാൾ എനിക്ക് തന്നിട്ടുള്ളത്. എനിക്ക് മറ്റാരുടെയും ഡീറ്റെയിൽ തരത്തില്ല, എൻ്റെത് മാത്രം തന്നത്. മനസ്സിലായില്ലേ? അത് അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി. ഇനി നിങ്ങൾക്ക് അതിനകത്തൊരു കള്ളമോ അതിനകത്തൊരു പ്രശ്നമോ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട്, ഇവരൊരു ഫേക്ക് സാധനം കാണിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങളൊരു പരാതി എടുത്തിട്ട് പോ. കഴിഞ്ഞില്ലേ കാര്യം? പിന്നെയും അവിടെ വന്നിരുന്ന് അതിനെ വലിച്ചെടുക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഒരുപാട് ഇടങ്ങളിൽ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോയ സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ആ ലിസ്റ്റുകൾ മൊത്തം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഞാൻ ഗ്രൂപ്പായി പോയ സമയത്ത് അതിനനുസരിച്ച് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. താങ്ക് യു രാജശ്രീ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയർ, താങ്ക് യു. അല്ല, ഞാൻ മിനിസ്റ്ററെ കാണുന്നുണ്ട്. വെച്ചാൽ ഞാനിപ്പം ഇവളെ പോലുള്ള ഫേക്ക് സാധനം കൊണ്ടിട്ട് പോയിട്ട് ഞാനിപ്പോ കുറച്ച് കാര്യങ്ങളിൽ നിൽക്കല്ലേ. ഞാൻ ഒരുപാട് ഇന്നത്തെ അതായത് എൻ്റെ ഒരാഴ്ചയായിട്ട് എൻ്റെ ജോലികളൊന്നും നടക്കുന്നില്ല. ഞാൻ പർപ്പസ് ആയിട്ട് ഇതിനകത്താണ്. അതായത് ഈ കേസ്, അതിൻ്റെ ഫർദർ, അതിൻ്റെ ഫോളോ അപ്പ് ഒക്കെ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഞാൻ ഡബ്ബിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ആകെ നമുക്ക് ഡെയിലി വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഈ കന്നഡ തെലുങ്ക് സിനിമകളുടെയൊക്കെ റീഡപ്പ് മലയാളത്തിലൊക്കെ ഉള്ളത് ആണ് എനിക്ക് ആകെ കിട്ടുന്ന ചെറിയ തുച്ഛമായ വരുമാനം. അപ്പം അതുപോലെ എനിക്ക് ഒരാഴ്ചയായിട്ട് എനിക്ക് നടക്കുന്നില്ല. അപ്പം ഞാൻ വളരെ വല്ലാത്തൊരു ഇതിലാണ് ഈ ഒരു കേസ് കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം
പർപ്പസ്ഫുള്ളി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ഇരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എന്നെ കൊണ്ടുപോകും. നിങ്ങൾ എന്ത് വേണമെങ്കിലും വന്ന് കൊണ്ടുപോവേ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ, എന്താണെന്ന് വെച്ചാൽ ചെയ്യേ.